The scope of logistics is massive because every industry needs logistics. Confidence does not come first. It comes only after practice. സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ കയറി വരുന്ന അന്ന് മുതൽ ഫസ്റ്റ് ഡേ മുതൽ ഈ കോഴ്സ് കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്ന വരെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ ആണത്. കാരണം തുടക്കത്തിൽ ഒരു സിംഗിൾ സെൻറ്റൻസ് പോലും കോൺഫിഡൻ്റായിട്ട് സംസാരിക്കാൻ പറ്റാത്തൊരു സ്റ്റുഡൻറ്റ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് അവരൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രൊഫഷണലായി മാറുന്നു. അപ്പോൾ ഫ്രം സ്റ്റുഡൻറ്റ് പ്രൊഫഷണലിലേക്ക് മാറ്റം, ആ ഒരു ജേർണി ഭയങ്കര വിസിബിളാണ്. ഹായ് ഓൾ, വെൽക്കം ടു എ ന്യൂ പോഡ്കാസ്റ്റ് സെഷൻ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഏതൊരു സാധനത്തിൻ്റെ പിന്നിലും ഒരു യാത്രയുണ്ട്. ആ യാത്രയെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ യാത്ര സാധ്യമാക്കുന്ന അദൃശ്യമായ ഒരു ശക്തിയാണ് ലോജിസ്റ്റിക്സ്. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ബാക്ക് ബോണായി നിൽക്കുന്ന അത്തരമൊരു മേഖല എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് അനന്തമായ ജോലി സാധ്യതകളാണ് നൽകുന്നത്. ഇത്തരമൊരു മേഖലയിലെ അടിസ്ഥാനങ്ങളെ ലളിതമായി വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്ന ഒരു പരിചയസമ്പന്നയായ അധ്യാപികയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. 20 വർഷത്തിലധികം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള റിലയൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെൻറ്റർ ഹെഡുമായ മിസ്സസ് ശാലിനി ജോൺസൺ. വെൽക്കം മാം ടു ദ സെഷൻ. അപ്പോൾ നമുക്ക് മാമിൻ്റെ ഒരു ജേർണിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മാം എങ്ങനെയായിരുന്നു ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നത്, അല്ലെങ്കിൽ എത്തരത്തിലായിരുന്നു മാമിൻ്റെ ഒരു തുടക്കം? ഓക്കെ, ഈ ഒരു പ്രൊഫഷനിലേക്കുള്ള എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് വേണമെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആണ് എന്ന് പറയാം. കാരണം ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എറണാകുളം എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദെൻ മക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. അതിന് കഴിഞ്ഞ ശേഷം എനിക്ക് വീട്ടിലിരുന്ന് ബോറടിക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ കംപ്ലീറ്റ്ലി ഒരു ഹോം മേക്കറായിരുന്നു. അപ്പം ബോറടിച്ച് തുടങ്ങിയപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി ആലോചിച്ചപ്പോൾ എന്തെങ്കിലും ഒന്ന് പഠിക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ കിട്ടിയ ഒരു ഉത്തരം. അതനുസരിച്ച് ഞാനൊരു ടാലിയുടെ കോഴ്സ് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു, ആ കോഴ്സ് പഠിച്ചു. അതിനുശേഷം അവിടെ തന്നെ ഒരു ഫാക്കൽറ്റി ആയിട്ട് നമുക്കൊരു ഓഫർ കിട്ടുകയാണ് ചെയ്തത്. ദെൻ അവിടെ നിന്നാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഞാനൊരു മാനേജീരിയൽ പൊസിഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം മാം എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്തോ അതോ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യായിരുന്നോ, എങ്ങനെയായിരുന്നു പിന്നീടുള്ള ഒരു ജേർണി? ഇല്ല, ഞാൻ അതിനുശേഷം പലതും അപ്ഗ്രേഡ് ചെയ്തു. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ MBA ചെയ്തു. ദെൻ PG ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ചെയ്തു. ദെൻ PG ഡിപ്ലോമ ഇൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ചെയ്തു. ദെൻ ഞാൻ MA കടന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ടീച്ചിങ്ങും എഡ്യൂക്കേഷനും ഒരു കോയിൻ്റെ 2 സൈഡാണെന്ന് പറയാം. നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി, അപ്പോൾ മാം ഇത്രയൊക്കെ കോഴ്സുകൾ അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് ഹൗ വുഡ് യു ഡിസ്ക്രൈബ് ദ സ്കോപ്പ് ഓഫ് ലോജിസ്റ്റിക്സ്? The scope of logistics is massive because every industry needs logistics. അത് റീറ്റെയിൽ ആയിക്കോട്ടെ, ഇ-കോമേഴ്സ് ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, ഈവൻ ഡിഫൻസ് ഇൻഡസ്ട്രിക്കും ഇന്നത്തെ കാലത്ത് ലോജിസ്റ്റിക്സിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്സിന് ഇത്രയും ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു ലോജിസ്റ്റിക്സ് ഫീൽഡിൽ ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു കരിയർ സെറ്റിൽ ആകാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും ആവശ്യമായി വരുന്ന ചില കീ സ്കിൽസ് എന്ന് പറയുന്നത്? ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ട സ്കിൽസിനെ നമുക്കൊരു 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവരുടെ സബ്ജക്റ്റ് നോളജാണ്. ഈ ഫീൽഡ്, അതായത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഫീൽഡിലുള്ള ബേസിക് കോൺസെപ്റ്റ്സ്, ടെർമിനോളജീസിനെ കുറിച്ചൊരു മിനിമം നോളജ് വേണം എന്നുള്ളതാണ്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ടെക്നിക്കൽ സ്കിൽസാണ്. അവിടെ നമുക്ക് SAP അല്ലെങ്കിൽ Excel, WMS, TMS, AI ടൂൾസ് ഇതുപോലത്തെയുള്ള ഒരു ടെക്നിക്കൽ സ്കില്ല് എക്വയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അവരുടെ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡാണ്. അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വരാം, അതിൽ ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ്, ടീം വർക്ക്, അഡാപ്റ്റബിലിറ്റി, ഇങ്ങനെ കുറേ സ്കിൽസും കൂടി ഉണ്ടായാൽ ഒരു സ്റ്റുഡൻറ്റിന് ഈ ഒരു ഫീൽഡിൽ നന്നായി എക്സൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മാം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞല്ലോ, എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്റ്റുഡൻറ്റിന് ഈ ഒരു ഫീൽഡിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിൽ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാം. ബിക്കോസ് ലോജിസ്റ്റിക്സ് ഈസ് നോട്ട് അബൌട്ട് ജസ്റ്റ് മൂവ്മെൻറ്റ് ഓർ സ്റ്റോറേജ്, ഇറ്റ്സ് ഓൾ അബൌട്ട് കോർഡിനേഷൻ. അപ്പോൾ ഈ കോർഡിനേഷൻ വേണ്ടി വരുന്നത് പല ആൾക്കാരായിട്ടായിരിക്കാം. നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ടാവാം, സപ്ലയേഴ്സ് ഉണ്ടാവാം, കസ്റ്റംസ് ഹൗസ് ഏജൻസ് ഉണ്ടാവാം,
അതുപോലെ തന്നെ ഫ്രൈറ്റ് ഫോർവേഡേഴ്സ്, ഇങ്ങനെ ഒത്തിരി പേരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റിയും ഡിലേ ആവാനും ഓവർ കോസ്റ്റിങ്ങിലേക്ക് പോകുവാനും സാധ്യതയുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ഫീൽഡിൽ മസ്റ്റായിട്ട് വേണ്ടുന്ന ഒരു സ്കില്ല് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ സംടൈംസ് ദേ ഫീൽ കൺഫ്യൂസ്ഡ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് മാമിന് എന്താണ് പറയാനുള്ളത്? I want to tell them only one thing. Confidence does not come first. It comes only after practice. നമ്മൾ എന്ത് കാര്യവും പ്രാക്ടീസ് ചെയ്യുന്നത് വഴിയാണ് നമ്മളതിൽ കോൺഫിഡൻ്റ് ആവുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. സൈക്കിൾ ചവിട്ടാൻ പഠിച്ച സമയത്ത് ചവിട്ടുന്ന പോലെയല്ല ആഫ്റ്റർ 1 year നമ്മൾ സൈക്കിൾ ചവിട്ടുന്നത്. അതെന്തും നമ്മളെ പ്രാക്ടീസ് വഴിയാണ്. നമ്മളെ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് ആവില്ലെങ്കിലും, കാരണം ഈ പ്രാക്ടീസ് നമ്മൾ എന്താണ് മിസ്റ്റേക്സ് ഉൾക്കൊണ്ടുകൊണ്ട് അത് ചേഞ്ച് ചെയ്താൽ, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പെർഫെക്റ്റിലേക്ക് പോവുള്ളൂ. ബട്ട് പ്രാക്ടീസ് നമ്മളെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് മാം ഈ ഒരു സബ്ജക്റ്റിലെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ്, ഹൗ ഡു യു മേക്ക് ദം ഈസി ടു അണ്ടർസ്റ്റാൻഡ്? നമുക്ക് വരുന്ന സ്റ്റുഡൻസ് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, പല സ്ട്രീംസ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നു. PG കഴിഞ്ഞ സ്റ്റുഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ഉണ്ടാവും. ഇവരെല്ലാവരും നമ്മളൊരു ക്ലാസ്സിലിരുത്തിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഗ്രാസ്പിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം എന്നില്ല. സോ നമുക്ക് എല്ലാവർക്കും ഇതൊരു കംപ്ലീറ്റ്ലി പുതിയൊരു ഫീൽഡാണ്. അപ്പോൾ അവരിലേക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പലതരം മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ്. അതിൽ റോൾ പ്ലേസ് ഉണ്ടാവാം, കേസ് സ്റ്റഡീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാവാം. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ലിസണേഴ്സ്, പാസീവ് ലിസണർ ആയിരിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നത് നമ്മളതിൽ ഇൻവോൾവ് ചെയ്ത് ചെയ്യുമ്പോഴാണ്. ഒരു കാര്യം നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതും നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. പക്ഷേ നമ്മളതിൽ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, അതിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് ഓർക്കും. സോ അവരുടെ ഒരു ഈ പറയുന്ന കോൺസെപ്റ്റ്സ് അവർ ഡെയിലി ലൈഫിലേക്ക് നമ്മൾ റിലേറ്റ് ചെയ്യുകയാണ്. നമ്മൾ എന്നും കാണുന്ന കാര്യങ്ങൾ, നമ്മളെ ചുറ്റും കാണുന്ന കാര്യങ്ങളിലേക്ക് ഈ കോൺസെപ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ അവർക്കത് ഈസിലി മനസ്സിലാക്കാനായിട്ട് പറ്റാറുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് വന്ന ഒരു സ്റ്റുഡൻറ്റ് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച്, ഡു യു ഹാവ് എനി മെമ്മറബിൾ സിറ്റുവേഷൻ? അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട്. ആ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ, അതായത് സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ കയറി വരുന്ന അന്ന് മുതൽ, ഫസ്റ്റ് ഡേ മുതൽ ഈ കോഴ്സ് കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്ന വരെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ ആണത്. കാരണം തുടക്കത്തിൽ ഒരു സിംഗിൾ സെൻറ്റൻസ് പോലും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തൊരു സ്റ്റുഡൻറ്റ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് അവരൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രൊഫഷണലായി മാറുന്നു. അപ്പോൾ ഫ്രം സ്റ്റുഡൻറ്റ് പ്രൊഫഷണലിലേക്ക് ആ ഒരു ജേണി ഭയങ്കര വിസിബിളാണ്. അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവരുടെ ലൈഫിൽ പിന്നീട് അവർ പലപ്പോഴും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു. അതൊക്കെയാണ് ഒരു ടീച്ചിങ് ഫീൽഡിലെ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ അപ്പം ഈ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പല ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും പിന്നീടും എൻ്റെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻസ് തൊട്ടുള്ള ആൾക്കാരായിട്ട് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളെ വിളിച്ചറിയിക്കുന്നു, ആ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇതൊക്കെയാണ് ഈ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു ടീച്ചിങ് ഫീൽഡിൽ. അതുപോലെ മാം, പലർക്കും ഇപ്പോൾ ഒരു ധാരണയുണ്ട് ലോജിസ്റ്റിക്സ് ഫീൽഡ് കൂടുതലും ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന്. എന്താണ് മാമിന് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നാണ് പറയാൻ പറ്റുന്നത്. ഇന്നത്തെ കാലത്ത് ഏത് ഫീൽഡിലാണ് നമുക്ക് ഫീമെയിൽസിനെ മാറ്റി നിർത്താൻ പറ്റുന്നത്? നമുക്ക് എല്ലാ ഫീൽഡിലും, നമ്മുടെ രാഷ്ട്ര തലവന്മാർ തൊട്ടുള്ള താഴേക്കുള്ള എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഫീമെയിലിൻ്റെ പ്രസൻസ് കാണുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫീൽഡിലും. ഈ ഒരു ഫീൽഡിൽ ഇപ്പം റീസെൻ്റ്ലി നമ്മൾ കാണുന്നത് പല കമ്പനികളും പ്രിഫർ ചെയ്യുന്നത് ഗേൾസ് സ്റ്റുഡൻറ്റിനെയാണ്. കാരണം അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇന്ന് വർക്ക് ചെയ്യും എന്നുള്ളത് കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ പോലത്തെ ഉള്ള ഏരിയാസിൽ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈ ഗേൾസിനെയാണ്. അതുകൊണ്ട് പണ്ട് ഉണ്ടായിരുന്നു, അഞ്ജു പറഞ്ഞത് കറക്റ്റാണ്. പണ്ട് ഈ ഒരു ലോജിസ്റ്റിക്സ് ട്രെയിനിങ് തുടങ്ങുന്ന സമയത്തൊക്കെ ഒരു ക്ലാസ് റൂമിലെ ഗേൾസ് അല്ലെങ്കിൽ അതിലെ ഒരു ബാച്ചിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഗേൾസ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. പക്ഷേ പിന്നീട് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പലർക്കും മനസ്സിലായി. ജോലി കിട്ടാൻ ഏറ്റവും എളുപ്പത്തിൽ, കാരണം ഇന്ന് ഒരു ഡിഗ്രി കിട്ടണമെങ്കിൽ പോലും നമ്മൾ 4 years സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഒരു ഡിഗ്രി നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. പക്ഷേ ആ ഡിഗ്രി മാത്രം കൊണ്ട് നമുക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞാൽ വീണ്ടും ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം. സോ ഇത് ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കി തന്നെ ബോയ്സും ഗേൾസും ഇന്നത്തെ കാലത്ത് ഒരുപോലെ തന്നെ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഗേൾസിനും ബോയ്സിനും തുല്യമായൊരു ജോലി സാധ്യത തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് പ്ലേസ്മെന്റ് റിക്വയർമെന്റ് വരുമ്പോൾ അതിൽ ബോയ്സിനെ മാത്രം അല്ലെങ്കിൽ ഗേൾസിനെ മാത്രം എന്നുള്ള തരത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ മാം, അപ്പോൾ ഈ അടുത്തിടെ ചില റിപ്പോർട്ടുകൾ പ്രകാരം ഒരു IT കമ്പനിയിൽ ഗ്ലോബലി അറൗണ്ട് ഒരു 30,000-ഓളം ലേ ഓഫ്സ് നടക്കും. ഇന്ത്യയിൽ തന്നെ 12,000-ഓളം ലേ ഓഫ്സ് നടന്നതായിട്ടൊക്കെ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൻ്റെ കരിയർ ഗ്രോത്ത് എത്തരത്തിലായിരിക്കും? ഈ ലോജിസ്റ്റിക്സ് സെക്ടറിൻ്റെ കരിയർ ഗ്രോത്ത് ആണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സെക്ടറിൻ്റെ കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫാസ്റ്ററാണ്. മറ്റ് സെക്ടറെ കമ്പയർ ചെയ്യുമ്പം ഇപ്പം നമ്മളൊരു ഫസ്റ്റ് ലെവൽ ജോബിൽ നിന്ന് അവരൊരു നെക്സ്റ്റ് ലെവൽ ജോബിലേക്ക് പോകാനെടുക്കുന്ന സമയത്തിൻ്റെ ഒരു ജസ്റ്റ് ഹാഫോ അതിലും താഴെയോ സമയം കൊണ്ട് നമ്മുടെ പല സ്റ്റുഡൻസും ആ കരിയർ ലാഡർ കയറി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ ഒരു ഫസ്റ്റ് ജോബ് സ്റ്റാർട്ട് ചെയ്തു, അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫസ്റ്റ് സാലറി അതൊന്ന് ഡബിൾ ആവാനെടുക്കുന്ന സമയം, ഇപ്പോൾ ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി എന്നുള്ള നിലയ്ക്ക് ഞാനെടുത്ത സമയത്തിൻ്റെ പകുതി സമയം കൊണ്ടാണ് എൻ്റെ പല സ്റ്റുഡൻസും അവരുടെ സാലറി ഡബിൾ ആവാൻ വേണ്ടി വരുന്നത്. സോ അപ്പോൾ ഈ ഒരു ലോജിസ്റ്റിക്സ് ഫീൽഡിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കരിയർ ഗ്രോത്തിൻ്റെ സ്പീഡാണ്. അതുകൂടാതെ ഈ ഒരു ഫീൽഡിൽ നമുക്ക് ജോലി സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ. നമുക്കിപ്പം ഒരു ഫീൽഡിൽ മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല, കാരണം ലോജിസ്റ്റിക്സ് എല്ലാ കരിയർ അല്ലെങ്കിൽ എല്ലാ സെക്ടറിലും ആവശ്യമുള്ളതാണ്. ഓക്കെ മാം, അപ്പോൾ പറയുന്നത് ലോജിസ്റ്റിക്സ് പോലെയുള്ള ഒരു ഫീൽഡിൽ കുട്ടികൾക്ക് ഇനിയും ജോലി സാധ്യതകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്കോപ്പ് വളരെ വലിയതാണ് എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും, കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് വസ്തുക്കളുടെ പുറകിലും നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ അഞ്ചു പറഞ്ഞ പോലെ ഒരു ജേണിയുണ്ട്. ആ ജേണി സാധ്യമാക്കുന്നത് ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ സപ്ലൈ ചെയിനാണ്. അപ്പോൾ വിത്തൗട്ട് ദിസ് ലോജിസ്റ്റിക്സ് ഓർ സപ്ലൈ ചെയിൻ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏതൊരു ഇൻഡസ്ട്രി മങ്ങിയാലും അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞാലും ഈ ഒരു ഇൻഡസ്ട്രി ഫ്ലറിഷ് ചെയ്യുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു മേഖലയുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നെവർ എൻഡിങ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ വാല്യുബിൾ ഇൻസൈറ്റ്സ് വിത്ത് us today. താങ്ക് യു അഞ്ജു.